പുതിയ കഥകളൊന്നും പറയാനില്ലാത്തത് കാരണം കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഒരു പുതിയ കഥ കിട്ടി. എവിടുന്ന് അറിയാമോ? ഫേസ്ബുക്കിൽ നിന്ന്. ഇപ്പോഴൊന്നും അല്ല, അത് ഒരുപാട് നാളായിട്ടുള്ള കഥയൊക്കെയാണ്. ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇതെന്താ കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കഥകളാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് നാളായിട്ട് ഉള്ളതാണ്. ഞാൻ വന്ന പുതിയതോട്ടുള്ളതാണ്. ഞാനങ്ങനെ ശ്രദ്ധിക്കത്തൊന്നുമില്ല. ഏതെങ്കിലും ആണുങ്ങളെ കാണും എന്ന് വിചാരിച്ച് ഞാനങ്ങ് വിട്ട് വെച്ചേക്കുമായിരുന്നു. പക്ഷേ കൂടുതലായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഫേസ്ബുക്കിലോട്ടില്ല, പോയിട്ടില്ല. അപ്പം ഞാൻ ഈ 2 ദിവസം കൊണ്ട് ഫേസ്ബുക്കിലേക്ക് ഒരുപാട് മെസ്സേജ്, അതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ടതായിട്ട് ഒരു സ്ത്രീയിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്ന കാരണം ഞാനൊന്ന് ശ്രദ്ധിക്കാൻ ആരംഭിച്ച്. അങ്ങനെ ഫസ്റ്റ് തൊട്ട് എല്ലാം അരിച്ച് എടുത്തപ്പം മുതൽ അതിനകത്ത് മുഴുവനും പ്രേമത്തിൻ്റെ മാത്രമാണ്. അപ്പം ഞാൻ ഫസ്റ്റൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നത് ആണായിരിക്കും എന്നായിരിക്കും. പക്ഷേ അതൊരാണല്ല, ഒരു ചെറുപ്പക്കാരിയാണ്. അപ്പോൾ ചെറുപ്പക്കാർക്ക് ചെറിയൊരു പെണ്ണുപിള്ളയൊന്നും അല്ല, എന്നെയൊക്കെ കുറച്ച് ഏജ് കുറവായിരിക്കും തോന്നുന്നു. എന്നെ പെണ്ണുപിള്ള എന്നൊക്കെയാണ് എല്ലാവരും വിളിക്കുന്നത്. പെണ്ണുപിള്ള, കിളവി എന്നൊക്കെയാണ് വിളിക്കുന്നത്. വിളിക്കട്ടെ, എന്ത് വേണം വിളിക്കട്ടെ, ചീത്തയൊന്നും വിളിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സമാധാനപ്പെടും. ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന രീതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സമാധാനമായി. നല്ലതല്ലെങ്കിലും പറയാം, നല്ലതാണെങ്കിലും പറയാം. എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും ഞാൻ എൻ്റെ സംസാര രീതികളും എൻ്റെ ആക്ഷനും ബോഡി ലാംഗ്വേജും കണ്ണിൻ്റെ ആക്ഷനും ചുണ്ടിൻ്റെ ആക്ഷനും ഒക്കെ നല്ലതായിരിക്കും. അത് മാറ്റി ഇത് മാറ്റുന്നതൊക്കെ ഒന്ന് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ ഉപകാരമായാനെ, ഞാൻ മാറ്റിയാനെ. അപ്പം ഇതാ പറഞ്ഞു വന്ന സംഭവം, പ്രധാനപ്പെട്ട സംഭവം അതാണ്. ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കും. എനിക്ക് അതിശയമായിട്ട് തോന്നുന്നു, എനിക്ക് അനുഭവപ്പെടുന്നുള്ള കാര്യങ്ങളാണ് കൂടുതലും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇവർ എഴുതിയേക്കുവാണ്, എന്നെ ഭയങ്കരമായിട്ട് എഴുതിയ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും അങ്ങനെയൊക്കെ, ആണുങ്ങളും അങ്ങനെയൊക്കെയാണ് പറയുന്നത്, ഇഷ്ടമാണ്, അത് ഇഷ്ടമാണ്. ഇന്നലെ ആണെങ്കിൽ ഒരു ചെക്കൻ വന്ന് പറയുവാണ്, അവൻ പിന്നെ നീഗ്രോസ് ഒക്കെ ഉള്ള ഒരു നാടുള്ള, അതിൻ്റെ പേരെന്താ, അവിടെയാണ് ജോലി ചെയ്യുന്നത് തോന്നുന്നു. പണ്ട് മിണ്ടിയൊക്കെ ചെയ്യുമായിരുന്നു. ചെക്കൻ മോശമായിട്ട് സംസാരിക്കാൻ ആരംഭിച്ചിട്ട് ഞാൻ മിണ്ടത്തില്ല. പക്ഷേ ഇന്നലെ അവൻ്റെ ഒരു മെസ്സേജ് കണ്ടു. എപ്പോഴും മെസ്സേജ് അയക്കുന്നു, ഞാൻ നോക്കത്തൊന്നുമില്ല, ഇങ്ങനെ മേലിൽ കൂടെ പാസ്സാവുന്ന കണ്ടപ്പോൾ ചെന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. എന്തുവാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ കാണുമ്പം എന്തുവാ കൊതിയാവുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ചുണ്ടിനകത്ത് ലിഫ്റ്റിക്ക് അടിച്ച് വെച്ചേക്കോ. എന്തോരം പെട്ട ആൾക്കാരൊക്കെയാണെന്ന് നോക്കിയേ. ഞാനിത് പറയാം, എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ടായിരിക്കും. അവരൊന്നും വന്ന് അങ്ങോട്ടിരുന്ന് പറയാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. എനിക്കിതൊക്കെ പറഞ്ഞു, എനിക്ക് വേറെ ജോലിയില്ലല്ലോ, എനിക്കിതൊക്കെ അല്ലേ ജോലി. അപ്പം ഞാൻ ചെയ്യുന്ന മോശമായിട്ടുള്ള പ്രവൃത്തിയൊന്നുമല്ല. എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഒരു 10 20 പേര് കാണുമോ, നീ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇടുന്നത്. അതുപോലെ 10 മിനിറ്റേ കൊണ്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നോട് പ്രശ്നമാണ്. ഇന്നലെ 2-3 പേര് വന്ന് പ്രശ്നം ഉണ്ടാക്കി, ഇത്രയും വലിയ വീഡിയോസ് ഇടല്ലേ എന്ന്. അതുകൊണ്ട് ഞാൻ പാട്ടുകളും അതും ഇതുമൊക്കെ ഇടാൻ ആരംഭിച്ചു. പറഞ്ഞു വന്ന സംഭവം പറയാം. ഞാനിങ്ങനെ പറഞ്ഞാൽ വേറെ വഴിക്കും. എന്താന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെണ്ണ് ഭയങ്കര പ്രേമത്തിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇഷ്ടംപോലെ വന്നങ്ങ് പറയുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ക്ലിക്കായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണുങ്ങളുടെ അതേ ഡയലോഗുകൾ പറയാൻ ആരംഭിച്ചു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഗ്രൂപ്പിൽ വരുമോ, ഞാൻ നോ 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 എന്ന് പറയും. ചിലപ്പോഴൊക്കെ അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പം പിന്നെ അത് കുറച്ച് പച്ചയാണ്, പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അത് പറയുന്നില്ല. എന്നാലും കുറച്ച് അത് വേറെ രീതിയിലാക്കി ഞാൻ പറയാം. വേറെ രീതിയിലാക്കിയാലും അത് ചീത്തയാവുന്നുള്ളൂ. പക്ഷേ ആണുങ്ങൾ പോലും പറയാത്ത ഡയലോഗുകൾ പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ പെണ്ണുങ്ങളോട് ഇത്രയ്ക്ക് അട്രാക്ഷൻ തോന്നുന്നതിന് കാരണം എന്ത്? പെണ്ണായ എനിക്ക് എന്നോട് തന്നെ ഇങ്ങനെ വന്നിരുന്നത് അങ്ങനെ എന്താണ് തോന്നുന്നത്? ഇപ്പം ഒരു പെണ്ണിന് ഒരാണിനോടല്ലേ ഇഷ്ടം തോന്നി? എനിക്കിപ്പോൾ ഒരാണിനോടല്ലേ ഇഷ്ടം തോന്നുന്നത്? ഞാനൊരു പെണ്ണിനോട് ഇഷ്ടം കണ്ട് എന്ത് ഇഷ്ടപ്പെടാനാ? ആണുങ്ങളെ കണ്ട നല്ല മസിലുള്ളവരെയും നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളവരെയും, അല്ലെങ്കിൽ നല്ല ബോഡിയുള്ളവരെയും നല്ല മീശയുള്ളവരെയും നല്ല ഹെയർ ഉള്ളവരെയും നല്ല കണ്ണുകളുള്ളവരെയും എന്നൊക്കെ വിചാരിച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കും. ഞാനും നോക്കും. ടുട്ടു അമേദി അങ്ങനെ എന്താ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയല്ലേ നോക്കേണ്ടത്. അല്ലാതെ ഈ പെണ്ണുങ്ങളെ നോക്കുമ്പോൾ ഇഷ്ടം പോലെ മുടിയുണ്ട്,
എന്താ നല്ല ചുണ്ടുകൾ, നല്ല കണ്ണുകൾ, എന്ത് രസിക്കുക. നമുക്കത് നോക്കാം, നമുക്കതേപോലെ ചെയ്യാം. മുടി നല്ല ഹെയർ സ്റ്റൈൽ ഇതേപോലെ ചെയ്യാം, നല്ല ഡ്രസ്സ് ഇതുപോലെ ചെയ്യാം എന്നൊക്കെ ആയിരിക്കും. പക്ഷേ അവരുടെ ബോഡിയോ അവരുടെ ഓരോ പാർട്ടുകളോ നമുക്കിങ്ങനെ ശ്രദ്ധിച്ച് അതിലൂടെ ഒരു ഇഷ്ടം തോന്നി. പെണ്ണുങ്ങളും ആണുങ്ങളും ഇഷ്ടം ആകർഷണം തോന്നുന്നത് മിക്കവാറും അത് ഇങ്ങനത്തുള്ള ആകർഷണങ്ങളൊക്കെ അല്ലേ അതും തോന്നുന്നു, നോക്കുന്നത് അങ്ങോട്ടൊക്കെ അല്ലയോ. അപ്പോൾ അവർക്ക് എന്താണ് തോന്നുന്നത്, എന്താണ് അതിൽ നിന്ന് അവർ, കാരണം എനിക്കുള്ള അതേ പാഴ്സുകൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെണ്ണിനും ഉണ്ട്. അപ്പം ഞാൻ എങ്ങനാണ് അതിനെ ഒന്ന് ആസ്വദിക്കുന്നത്, എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. എന്നെ ആസ്വദിക്കുന്നുണ്ട്, എന്നെ ആസ്വദിക്കുന്നുണ്ട്. പെണ്ണും പെണ്ണും ഡാഷ് 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 ഉള്ള എല്ലാ പിക്കുകളും എനിക്ക് അയച്ചു തന്നേക്കോ, എന്തോ കാര്യത്തിന്. ഞാനിതൊന്നും അതിനോട് പോയി ചോദിച്ചില്ല. അത് ഇനി എൻ്റെ യൂട്യൂബ് കാണുവാണെങ്കിൽ കണ്ടോട്ടെ. യൂട്യൂബ് അല്ല, ഫേസ്ബുക്കിൽ ഞാനിത് ഇടുന്നതാണല്ലേ, കണ്ടോട്ടെ. നിങ്ങൾക്ക് മാനസിക പ്രശ്നമാണോ, എന്താണ് ഇത്, ഈ പെണ്ണുങ്ങളോട് ഇങ്ങനെ ഒരു ആകർഷണവും ആണുങ്ങൾക്കും ഉണ്ട്. പക്ഷേ ആണുങ്ങളുടെ കാര്യം നമുക്ക് അത്രയും പറയാൻ പറ്റത്തില്ല. നമുക്ക് പെണ്ണായ ഞാനൊരു പെണ്ണിൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒരു പെണ്ണിനെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ചില പെണ്ണുങ്ങൾ വലിയതായിട്ടുള്ളതിനെയൊക്കെ ഇങ്ങനെ ഉറ്റുനോക്കും. അയ്യോ ഇത്രയും വലുതോ, ഇതെങ്ങനെ സഹിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കാറുണ്ട്. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ചിലർ വൃത്തികേടായിട്ട്, എന്തിനാണ് ഇങ്ങനെ വൃത്തികേട് കളി, നമുക്കങ്ങ് തൊലി ഉരിഞ്ഞു പോകും. നമ്മളൊരു പെണ്ണല്ലേ, നമുക്ക് ആ ഫീല് വരും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ എന്ത് പറഞ്ഞു വന്നതാണ്, ഞാൻ ഈ പെണ്ണുങ്ങളെ പ്രേമിക്കുന്ന കാര്യം പറഞ്ഞു വന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഈ ഒരു 2 പെണ്ണുങ്ങൾ, അത് പച്ചയായിട്ട് പറയുന്നില്ല, അതെനിക്ക് അയച്ചു തന്നു. എന്നിട്ട് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ലായിരുന്നു, ഒരു 1 വീക്കായിട്ട്. ഇന്ന് 2 ദിവസം കൊണ്ട് ആക്റ്റീവ് ആയപ്പോൾ ഞാൻ പോയി മെസ്സേജൊക്കെ നോക്കി. ഒരുപാട് നൂറുകണക്കിന് മെസ്സേജ് ഉണ്ട്. ഇവർക്കൊന്നും ഒരു പണിയുമില്ല. അപ്പം ഞാൻ ഈ പെണ്ണിൻ്റെ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പം 2, 3 പെണ്ണുങ്ങളിങ്ങനെ അത് എടുത്ത് അയച്ച് തന്നിട്ട് അയച്ച് തന്നിട്ട് ചോദിക്കുവാണ്, ആ പെണ്ണ് ചോദിക്കുവാണ്, നിന്നെ ആ ഒരു രീതിയിൽ പൊസിഷനെല്ലാം ഇങ്ങനെ കാണിച്ച് എന്താ പറയുക, ഇത് നിനക്ക് ഇഷ്ടമാണോ, ഇഷ്ടമാണെങ്കിൽ പറ, നമുക്ക് എന്തോ പറയുന്നത്, ആണുങ്ങൾ പോലും നിനക്ക് ഇങ്ങനത്തുള്ള ഒരു തന്നു കാണത്തില്ല, അതിലും കൂടുതലും നിനക്ക് ഞാൻ തരുന്നതായിരിക്കും. അതെന്താണെന്ന് അറിയാലോ, ഞാൻ പച്ചയായിട്ട് പറയുന്നില്ല. അപ്പം ഇഷ്ടമാണെങ്കിൽ പറ, നമുക്ക് മീറ്റ് ചെയ്യാം. അന്ന് എന്നോട് പറയും, ഇത് ഭയങ്കര ഒത്തിരി ഉണ്ട്, ഞാനതങ്ങ് ഷോർട്ട് ചെയ്ത് കളഞ്ഞേക്കുവാണ് കേട്ടോ. പറയാൻ പറ്റത്തില്ല, എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ കാണുന്നതല്ലേ, ഒന്നാമത് ഞാൻ വട്ടത്തിലെന്നാ പറയുന്നേ, ഇനി ഇതും കൂടെ വന്ന് പറഞ്ഞിട്ട് ഇനി ആ വട്ടത്തി എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല, നിങ്ങളത് ഊഹിച്ചെടുത്തോണം. ഇങ്ങനെ എടുത്ത് അയച്ചു തന്നിട്ട് ഇതിന് ഇങ്ങനെ ഇത് തന്നെ അതിങ്ങനെ വർണ്ണിച്ച് 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 അവിടെ ഇങ്ങനെ അങ്ങനെ ഞാൻ പറയുന്നില്ല, പറയാം, പേടിയോ എനിക്ക്. അങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു പെണ്ണോട്, ഇപ്പം ഞാനൊരു പെണ്ണിനോട് പോയി ഇങ്ങനെ എനിക്കങ്ങനെ പറയാൻ പറ്റുമോ, എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവർക്ക് എന്തിൻ്റെ ഒരു മാനസിക അവസ്ഥയാണിത്, ഇതെന്താണ് ഇങ്ങനെ വരുന്നത് ചില പെണ്ണുങ്ങൾക്ക്, ചില ആണുങ്ങൾക്കും. ആണുങ്ങൾ എങ്ങനെയാണ് തോന്നുന്നത് അറിയത്തില്ല. അപ്പം ഞാനൊക്കെ പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് ഈ പെണ്ണും പെണ്ണും ലവ് ചെയ്തു ഓടിപ്പോയി കല്യാണം, ഇപ്പോൾ ഈ കുറച്ച് സോഷ്യൽ മീഡിയാസിലൊക്കെ ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ അവർക്ക് പിരിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ ചില പെണ്ണുങ്ങൾ. പണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളെ എനിക്ക് പിരിയാനേ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാനേ ലവ് ചെയ്തു, അങ്ങനെയാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഞാൻ എൻ്റെ സീനിയറാണ്. അപ്പോൾ അവൾ പഠിക്കാനായിട്ട് പിന്നെ വേറെ പോയപ്പോഴത്തേന് ഞാൻ ലൗവിലേക്ക് വീണു. അങ്ങനെ ബന്ധം കട്ടായിപ്പോയി. നല്ല ഫ്രണ്ട്, ഒരു നല്ല കൂട്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കൂട്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രേമമൊന്നുമല്ല, കൂട്ട്. അപ്പം എന്താ പറയുന്നത്, ഈ ഭയങ്കരമായിട്ട് കൂട്ടുകൂടി പിരിയാൻ പറ്റാത്തത് കാരണം, ഈ അടുത്ത കാലത്ത് കാണത്തില്ലേ 2 ഫ്രണ്ട്സുകൾ തമ്മിൽ പിരിയാൻ വയ്യാത്ത കാരണം ഒരാളെ കല്യാണം കഴിച്ചെന്നു. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഇവർ പിരിയാൻ വയ്യാത്ത കാരണമായിരിക്കുമെന്ന്. പക്ഷേ അതൊന്നുമല്ല കാര്യം, ഉള്ളി അതാണ് 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 മനസ്സിലായി കാണുമല്ലോ എന്താ സാധനം, അത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. എനിക്ക് അല്ലാതെ ഈ സ്നേഹത്തിൻ്റെ പേര് പിരിയാൻ വയ്യ എന്നോ അങ്ങനെയൊന്നുമല്ല. സ്നേഹം ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ 2 ആണുങ്ങളെ കല്യാണം കഴിച്ചാൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയാൽ പോരെ. ഒന്നിച്ച് ഒരേ ബെഡിൽ കിടന്നുറങ്ങി ഒന്നിച്ച് ചെയ്താൽ മാത്രമേ സ്നേഹം കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. സ്നേഹമല്ല, ഉള്ളി സെക്സ് ആണ്, സെക്സ്. അപ്പം ഇതാണ് പറയാൻ ഞാൻ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡി ആയി കൊണ്ടുവന്നതാണ്. അങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ. പക്ഷേ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്നാലും ഒരേ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്,
പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ടാണ് പെണ്ണുങ്ങളോട് ആകർഷണം തോന്നുന്നതിനുള്ള കാരണം? എന്തായിരിക്കും? മാനസിക വൈകല്യം ആയിരിക്കുമോ ഇത്? എന്തുകൊണ്ടിങ്ങനെ തോന്നുന്നു? എപ്പോഴും വിചാരിക്കും. നിങ്ങളിൽ പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും. ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അനുഭവങ്ങളുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞു തരണം. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള കഥകൾ, ഇത് നടന്ന സംഭവങ്ങളായിരിക്കണം. ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടുവന്ന് കൊടുത്താൽ ഞാനത് വിപുലീകരിച്ചല്ല, വിശദീകരിച്ച് വലുതാക്കി നീട്ടി വലിച്ച് ഒരു ബലൂൺ മാതിരി ഇത്രയും ഇങ്ങനെ വലിച്ച്, റബ്ബറുണ്ടല്ലോ, വലിച്ച് 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 വലുതാക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിലോട്ട് തരാം. കുറച്ച് കാര്യങ്ങളും അങ്ങോട്ടിട്ട് കൊണ്ടുവന്ന് തരണം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കഥ. ഈ കഥയുടെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. താങ്ക് യു വെരി മച്ച്.